ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വാർണിംഗ് സൈൻസ് ഓഫ് എ ടോക്സിക് പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ വാർണിംഗ് സൈൻ ഓഫ് എ ടോക്സിക് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിരവധി ആളുകളുമായി ഇടപെടുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇടപെടുന്ന വ്യക്തി അവർ ടോക്സിക് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിക്കൊണ്ട് അവരുമായി നമുക്ക് ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായേക്കുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്, അവർ എക്സിബിറ്റ് ചെയ്യുന്ന വാർണിംഗ് സൈൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വാർണിംഗ് സൈൻസ് എന്ന് പറയുമ്പോൾ ആദ്യമായിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം മാനിപ്പുലേഷൻ ടാക്ടിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ദേ എക്സിബിറ്റ് മാനിപ്പുലേഷൻ ടാക്ടിക്സ്. അപ്പോൾ അവർ മാനിപ്പുലേഷൻ ടാക്ടിക്സ് എക്സിബിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈൻ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താണ് മാനിപ്പുലേഷൻ, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ ടാക്ടിക്കുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാനിപ്പുലേഷൻ ടാക്ടിക്സ് എന്ന് പറയുന്ന സമയത്ത് ട്രയാങ്കുലേഷൻ, ഗ്യാസ് ലൈറ്റിംഗ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ, റിസ്ക് ആൻഡ് റിവാർഡ്, അതുപോലെ തന്നെ ഐസൊലേഷൻ, ലവ് ബോംബിങ്, അതുപോലെ തന്നെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഗിൽറ്റ് ട്രിപ്പിംഗ്, അതുപോലെ തന്നെ ഹ്യൂവറിങ്, പ്ലേയിങ് ദി വിക്ടിം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് മാനിപ്പുലേഷൻ ടാക്ടിക്കുകൾ. അപ്പം മാനിപ്പുലേഷൻ ടാക്ടിക്കുകൾ ഒരു വ്യക്തിയിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു വാർണിംഗ് സൈനായിട്ട്, ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാനിപ്പുലേഷൻ ടാക്ടിക്കുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ മാനിപ്പുലേഷൻ ടാക്ടിക് എന്ന് പറയുമ്പോൾ ഒന്നാമതായിക്കൊണ്ടുള്ളത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിക്ടിം ഉണ്ടാവും, ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. ഒരു വിക്ടിമിനും തേർഡ് പാർട്ടിൻ്റെയും ഇടയിൽ ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ട്രയാങ്കുലേഷൻ എന്നതിനെ സംബന്ധിച്ച് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യമാണ് പിന്നെ ട്രയാങ്കുലേഷൻ. പിന്നുള്ളത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബിലീവ് സിസ്റ്റം അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ അതിനൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുക. നമ്മളോട് ഒരാൾ പറയുകയാണ് നീ വിചാരിച്ച കാര്യങ്ങളൊന്നും ശരിയല്ല, നീ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന രൂപത്തിൽ നമ്മളെ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു വാർണിംഗ് സൈൻ ഓഫ് എ ടോക്സിക് പേഴ്സൺ ആയിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള മാനിപ്പുലേഷൻ ടാക്ടിക് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ഒഴിയും. അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ വേറെയുള്ള ആളുകൾക്ക് കൊടുക്കും. അതുകൊണ്ടാണ്, അത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ്, അത് ഇന്ന ആളുകൾ കൊണ്ടാണ് അത് ഉണ്ടായത്, എന്നെക്കൊണ്ടല്ല എന്നുള്ള രൂപത്തിൽ അവർ പറയും. ഇനി അടുത്ത മാനിപ്പുലേഷൻ ടാക്ടിക് എന്ന് പറയുമ്പോൾ റിസ്ക് ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്, റിസ്ക് ആൻഡ് റിവാർഡ് എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് ആൻഡ് റിവാർഡ് എന്ന് പറയുന്ന സമയത്ത് ഇത്തരം ആളുകൾ ചില സമയങ്ങളിൽ നമ്മളോട് നല്ല രൂപത്തിൽ പെരുമാറും, ചില സമയത്ത് അവർ വളരെ മോശമായ രീതിയിൽ പെരുമാറും. അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് അതുപോലെ തന്നെ ഒരു റിവാർഡ് എന്നുള്ള രൂപത്തിൽ നമ്മളോട് പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മാനിപ്പുലേഷൻ ടാക്ടിക്കാണ്. അപ്പം ഈ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് ഒരാൾ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്കാണ് ഐസൊലേഷൻ എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് നെറ്റ്വർക്ക്, നമുക്ക് ബന്ധമുള്ള മറ്റുള്ള ഏതെങ്കിലും ആളുകൾ, ഈ ആളുകളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ഇടയിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്കാണ്. അപ്പം അതിനെയും ഒരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത മാനിപ്പുലേഷൻ ടാക്ടിക് എന്ന് പറയുന്ന സമയത്ത് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ലവ് ബോംബിംഗ് ആണ്. ലവ് ബോംബിംഗ് എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകൾ ഒരു അസാധാരണമായ സ്നേഹം കാണിക്കും. അപ്പോൾ സാധാരണ നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നും അതീതമായിക്കൊണ്ട് നമ്മോട് ഒരു അസാധാരണമായ സ്നേഹം, ഒരു ലവ് ബോംബിംഗ് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മാനിപ്പുലേഷൻ ടാക്ടിക്കാണ്. മാത്രമല്ല അത് അത്തരം സ്വഭാവം ഒരാളിൽ നിന്ന് എക്സിബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ വാർണിംഗ് സൈൻ, ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
ഇനി അടുത്ത മാനിപ്പുലേഷൻ ടാക്ടിക് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളുമായി കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ ഒരു ഇൻറ്റിമിഡേഷനിലാക്കും, നമ്മളൊരു ആശയക്കുഴപ്പത്തിലാക്കും, നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നമുണ്ടാകുന്ന രൂപത്തിലേക്ക് ആക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്കാണ്. അത് ഒരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതിലൊക്കെ കുറ്റം കണ്ടെത്തുകയും, നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും നമ്മളൊരു നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ നല്ല പ്രവൃത്തിയിലും ഒരു നെഗറ്റീവ് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ഏതിനും ഒരു നമ്മളെ കുറ്റക്കാരനാക്കി മാറ്റുന്ന രൂപത്തിൽ ഒരു കുറ്റബോധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗിൽറ്റ് ട്രിപ്പിംഗ് നമ്മളോട് ആരെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മാനിപ്പുലേഷൻ ടാക്റ്റിക്കാണ്. അതുപോലെ തന്നെ ആ ഒരു മാനിപ്പുലേഷൻ ടാക്റ്റിക്ക് ഒരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ഹ്യൂവറിംഗ് ആണ്. ഹ്യൂവറിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നല്ല അടുപ്പമുണ്ടായി, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ അയാളിൽ നിന്നും തിരിച്ചു പോരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ അയാളിലേക്ക് ക്ഷണിക്കും. അതിനാണ് ഹ്യൂവറിംഗ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേയിങ് ദി വിക്ടിം എന്നുള്ളത്. നമ്മൾ പറയും പൊട്ടനാക്കുക എന്ന് പറയും, നമ്മൾ കളിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ ബിലീവിങ് സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഇൻറ്റിമിഡേഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ പലതും ചിന്തിപ്പിച്ച് നമ്മളങ്ങനെ ഒരു കളിപ്പിക്കുന്ന പൊട്ടനാക്കുന്ന രൂപത്തിൽ നമ്മളോട് ആരെങ്കിലും പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മാനിപ്പുലേഷൻ ടാക്റ്റിക്കാണ്. മാത്രമല്ല അതൊരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ ഒന്നാമതായിട്ടുള്ളത് മാനിപ്പുലേഷൻ ടാക്റ്റിക്കാണ്. ഇനി രണ്ടാമതായിട്ടുള്ള ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് പറയുന്ന കാര്യമാണ് സെൽഫ് സെൻറ്റേർഡ്നെസ് എന്നുള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം എന്നുള്ളത്. കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇവർ തൊട്ടതിനും പിടിച്ചതിലൊക്കെ കുറ്റം കണ്ടെത്തും. ഏതൊരു പ്രവൃത്തിയിലും കുറ്റം കണ്ടെത്തി നമ്മളിങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ജലസി ആൻഡ് ലാക്ക് ഓഫ് എംപതി എന്നുള്ളതാണ്. ലാക്ക് ഓഫ് എംപതി എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് മറ്റുള്ള ആളുകളുമായി താതാത്മ്യം പ്രാപിക്കാൻ വളരെ പ്രയാസമുള്ള ആളുകളായിരിക്കും. അപ്പം ഇത്തരം ഈ ഒരു സ്വഭാവം ഒരു വ്യക്തിയിൽ പ്രകടമാവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ജലസി ആൻഡ് എൻവി എന്നുള്ളതാണ്. ജലസി ആൻഡ് എൻവി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അസൂയുള്ള ആളുകളായിരിക്കും. മറ്റുള്ള ആളുകളുടെ വിജയത്തിലും അവരുടെ നേട്ടത്തിലും ഒക്കെ വളരെ ഭയങ്കരമായ അസൂയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ അസൂയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അസൂയ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ഈ രൂപത്തിലുള്ള ജലസി ആൻഡ് എൻവി കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാർണിംഗ് സൈൻ ഓഫ് എ ടോക്സിക് പേഴ്സൺ ആണ്. അപ്പോൾ അതിനെ ഒരു വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. ഇനി അടുത്തതായിട്ടുള്ളത് ബൗണ്ടറി വയലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മറ്റുള്ളവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, മറ്റുള്ളവൻ്റെ ആഭ്യന്തരമായ കാര്യങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറിക്കൊണ്ട് അതിലൊക്കെ കടന്നു കയറിക്കൊണ്ട് ഇടപെടുക എന്നുള്ളത്. അപ്പം ഈ രൂപത്തിലുള്ള നമ്മളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ മറ്റുള്ള ആഭ്യന്തരമായ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നുഴഞ്ഞു കയറിക്കൊണ്ട് കടന്നു കയറിക്കൊണ്ട് അതിലൊക്കെ ഇടപെടുന്ന സ്വഭാവമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതും ടോക്സിക് പേഴ്സൻ്റെ വാർണിംഗ് സൈനായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ അടുത്തതാണ് ഡ്രാമ ആൻഡ് കൺഫ്ലിക്റ്റ് എന്നുള്ളത്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ നല്ല രൂപത്തിൽ നാടകം കളിക്കുന്ന, നല്ല രൂപത്തിൽ അഭിനയിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ കൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. നമ്മളെ മുമ്പിലുള്ള ആളുകൾക്കിടയിൽ, അവരുടെ ആളുകൾക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കുക, അവരുടെ ആളുകൾക്കിടയിൽ വാക്ക് തർക്കം ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ അവരുടെ ഇടയിൽ പരസ്പരം പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇവരിങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മറ്റുള്ള ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരദൂഷണം പറഞ്ഞിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ള ആളുകൾക്കിടയിൽ ഒരു കൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അത്തരം സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ ആ ഒരു കാര്യവും ഇവിടെ
വാർണിംഗ് സൈൻ ഓഫ് എ ടോക്സിക് പേഴ്സൺ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു വാർണിംഗ് സൈനാണ് സെൽഫ് സെൻറ്റേർഡ്നെസ് എന്നുള്ളത്. അപ്പം ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. അവരുടെ പ്രാഥമികമായ കാര്യങ്ങളിൽ മാത്രം മറ്റുള്ള ആളുകൾക്കൊന്നും യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യം നൽകാതെ തൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവവും ഇവിടെ വാർണിംഗ് സൈൻ ഓഫ് എ ടോക്സിക് പേഴ്സൺ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യമാണ്, എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനെ റെഫ്യൂസ് ചെയ്യും. റെഫ്യൂസ് ടു ദ റെസ്പോൺസിബിലിറ്റീസ്. അപ്പം ഇത്തരം ആളുകളോട് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ അവർ അതിനെ റെഫ്യൂസ് ചെയ്യും. അപ്പം ഈ ഒരു സ്വഭാവവും വാർണിംഗ് സൈൻ ഓഫ് എ ടോക്സിക് പേഴ്സൺ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് വാർണിംഗ് സൈൻ ഓഫ് എ ടോക്സിക് പേഴ്സൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി.